ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം. ഈ PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണല്ലോ ആഗോള അയ്യപ്പ സംഘത്തിന്റെ സംഘാടകൻ. എത്ര തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങളാണ് അയാൾ ഇന്നലെ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. 3 കോടിയാണ് എടുത്തത്, 3 കോടി തിരിച്ചടച്ചു. മന്ത്രി അത് ഏറ്റുപാടുകയാണ്. ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനമാണ്. അതിലെ ഏതെങ്കിലും ഡേ ടു ഡേ ബിസിനസ്സിലോ സാമ്പത്തിക കാര്യത്തിലോ മറ്റേതെങ്കിലും ക്രയവിക്രയത്തിലോ ഭരണാധികാരികൾ ഇടപെടാൻ അവകാശമില്ല. കമ്മിറ്റി പങ്കെടുക്കാനുള്ള അവകാശമില്ല. നിയമപരമായി അനുവദിക്കുന്നില്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അവരാണ് എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം കണക്ക് കൈകാര്യം ചെയ്തവര് മറ്റു കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ വിശദീകരണം വരുന്നത്. പിന്നെ നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് വകുപ്പ് മന്ത്രി ഏൽപ്പിക്കും. അത് കൃത്യമായി എന്താണെന്ന് അന്വേഷിച്ചു പരിശോധിച്ചപ്പോൾ 3 കോടി രൂപ വായ്പ എടുത്തിരുന്നു, അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസ് 17/10/2025 തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് ബോർഡ് എഴുതി ആധികാരികമായി തന്നിരിക്കുന്നു. അതാണ് മറുപടി പറഞ്ഞത്. അതില്ല എന്ന് നിഷേധിച്ച് വർത്തമാനം പറഞ്ഞവരൊക്കെ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ഇത് കോടതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബോർഡിലും ഉണ്ട്. നിങ്ങൾക്കും പോയി പരിശോധിക്കാം. നമുക്ക് കാണാം. നിയമസഭയിൽ അത് പറയുകയാണ്. നിയമസഭയിൽ ഈ 5 കോടിയുടെ കണക്ക് പറയുന്നില്ല. പക്ഷേ ദേവസ്വം ജനറൽ ഫണ്ടിൽ നിന്ന് 5 കോടിയാണ് എടുത്തത്. അത് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി. അതിൽ 3 കോടിയാണ് ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചു വന്നത്. 2 കോടി ഇനിയും ജനറൽ ഫണ്ടിൽ തിരിച്ചു വരാനുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ടിൽ 1,74,00,000 പലിശ അടക്കം ബാക്കിയുള്ളത്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് ഏതാണ്ട് 4.5 കോടിയോളം രൂപയുമാണ്. എന്താണെന്ന് അന്വേഷിച്ചു പരിശോധിച്ചപ്പോൾ 3 കോടി രൂപ. അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ശ്രീ രാഹുൽ ഈശ്വർ, വളരെ പെട്ടെന്ന് അവതരിപ്പിക്കാവുന്ന സുതാര്യമായ ഒരു കണക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ വിനു, ദേവസ്വം ബോർഡുകളെ കുറിച്ച് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചല്ല, എല്ലാ ദേവസ്വം ബോർഡുകളെ കുറിച്ചും പറയുന്ന രസകരമായ ഒരു സംഭവമാണ്. അതായത് ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ദേവസ്വം ബോർഡുകൾ. കാര്യം ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടും നമ്മുടെ അമ്പലങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ദൈവത്തിന്റെ വലിയൊരു തെളിവാണ് എന്ന് പറയാറ്. പോട്ടെ, നമ്മുടെ ശ്രീ പ്രശാന്തിന്റെ ഇന്നലെ അവതരിപ്പിച്ച കണക്കുകളിൽ എനിക്ക് വളരെ കൗതുകം തോന്നിയ 2-3 കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എക്സ്റ്റൻഷന് ചോദിക്കുകയും അതിനുശേഷം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ എക്സ്പെൻഡിച്ചർ, അതായത് റിക്വസ്റ്റഡ് എമൗണ്ടും അപ്രൂവ്ഡ് എമൗണ്ടും കാണുകയുണ്ടായി. ഫുഡ് കാറ്ററിംഗ് 21,50,000 രൂപയാണ് അതിൽ അപ്രൂവ്ഡ് എമൗണ്ട് ആയി കാണിക്കുന്നത്. അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നത് വളരെ രസകരമാണ്. പബ്ലിസിറ്റിക്ക് 25 ലക്ഷം, വെൽക്കം കിറ്റ് ആൻഡ് ഗിഫ്റ്റ് ക്യാമ്പേഴ്സ് ഫോർ ഡെലിഗേറ്റ്സ് ആൻഡ് ഒഫീഷ്യൽസ് 50 ലക്ഷം, പ്രീ ഇവന്റ് ആക്ടിവിറ്റീസ് 25 ലക്ഷം, സ്പെഷ്യൽ ക്രിയേറ്റീവ്സ് ആൻഡ് ആംബിയൻസ് 20 ലക്ഷം, കൾച്ചറൽ ഇവന്റ്സ് 31 ലക്ഷം. പണം എനിക്കൊരു പ്രശ്നമല്ല. അപ്പോ ഈ രീതിയിൽ ഇത്ര വലിയ എമൗണ്ട് അവർക്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടും എന്ന് പറയുകയും അതിനുശേഷം ഇത് ചെലവാക്കുകയും കൂടെ ചെയ്ത് ഇഫക്റ്റീവ്നെസ് പരിശോധിച്ചാൽ നമ്മുടെ ഇന്ന് ലഭ്യമായ കണക്കുകൾ 600 പേരോളം വന്നു എന്നുള്ളതാണ്. ഒരാൾ 3000 രൂപയ്ക്ക് ആഹാരം കഴിച്ചു എന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വെൽക്കം കിറ്റുകൾ ഒരാൾക്ക് 50 ലക്ഷം രൂപ ഈ 600 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എത്ര വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ ധൂർത്തും ധാരാളിത്തവുമാണ് ഈ സംഗമത്തിൽ വന്നതെന്നും സംഗമം പരാജയം എന്ന കാര്യത്തിൽ വ്യക്തവുമല്ലേ. ഈ വ്യത്യസ്ത വിശദീകരണങ്ങൾ വളരെ രസകരമായ കാര്യം. ഇപ്പൊ രാഹുലാണല്ലോ പറയുന്നത് അവിടെ കണ്ടത് 600 പേരാണ്, രജിസ്ട്രേഷനായിട്ട് നമ്മൾ കണ്ടത് 600 ആണ്. പക്ഷേ ഈ ഭക്ഷണം കൊടുത്തതിന് വലിയൊരു വിശദീകരണം ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. എന്ത്? രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നിവയ്ക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം നൽകിയതോടൊപ്പം, അതായത് ഈ കണക്ക് ഒപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി പറയുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ഒരു കണക്കാണല്ലോ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? അന്നദാനപ്രിയനായ അയ്യപ്പന്റെ നാമത്തിൽ നടക്കുന്ന സംഗമമായതിനാൽ ഭക്ഷണത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാകരുതെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. ശബരിമല ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർ, ദിവസവേതന തൊഴിലാളികൾ, ഡോളി തൊഴിലാളികൾ തുടങ്ങി പമ്പയിലെ ഭക്ഷണശാലയിലെത്തി എല്ലാവർക്കും ഭക്ഷണം നൽകി. കണക്കാക്കിയിരുന്ന സംഖ്യയുടെ ഇരട്ടിയിലധികം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ചെലവായ തുകയുടെ കള്ളക്കണക്ക് ഒപ്പിക്കാൻ പറയുന്ന കാര്യം. നമ്മൾ ശബരിമലയിൽ നടത്തിയത് അന്നദാനമല്ല, അത് ആഗോള അയ്യപ്പ സംഗമമാണ്. അവിടെ നിശ്ചിതമായ തുക വകയിരുത്തിയിട്ടുണ്ട്. എത്ര ആളുകൾക്ക് അത് വകയിരുത്തിയിട്ടുണ്ട്, അവർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്.
അല്ലാതെ എത്തുന്ന ഭക്തർക്ക് അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ ഈ കള്ളക്കടക്ക് മറയ്ക്കാൻ അയ്യപ്പനെ പിടിച്ചിരിക്കുകയാണ് ഇവർ. എന്തൊരു ദ്രോഹമാണെന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും, കേൾക്കട്ടെ. ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. അന്നദാന പ്രിയനായ അയ്യപ്പന്റെ നാമത്തിലായതുകൊണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്ത് കണക്കൊപ്പിച്ച് എന്തൊരു കള്ളന്മാരാണ് ഇവർ. പിന്നെ ഈ മാതിരി പരിപാടിക്ക് പിന്നെ എന്തോ വിളിക്കണം. ഞാൻ ആ വാക്ക് അത്രയും ശക്തമായി ഉപയോഗിക്കുന്നില്ല. പക്ഷേ കേൾക്കുന്ന സാധാരണ വിശ്വാസികളും മലയാളികളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ത് വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ കൊള്ള അല്ലെങ്കിൽ മോശം കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിന്റെ, നമ്മളെല്ലാം ദൈവീകമായിട്ടാണ് അമ്പലങ്ങളെയും പള്ളികളെയും ഒക്കെ കാണുന്നത്, അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നക്കി നടക്കണ ഇവന്റെയൊക്കെ കൈകളിലാണല്ലോ സിദ്ധാർത്ഥ നീ നിന്റെ തലയിലേക്ക് എഴുതാൻ കൊടുത്തത്. കഷ്ടം. പക്ഷെ എന്റെ ഒരു സബ്മിഷൻ, ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് കുറച്ച് ഫേമസ് ആയതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഗവൺമെന്റ് വഴി ഒന്ന് ആഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ നന്ദഗോവിന്ദം യഥാർത്ഥത്തിൽ പരിപാടി നടത്തി എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കായിരുന്നു. ഇതിപ്പോ അവര് വളരെ ഫേമസ് ആയിപ്പോയി, അവരുടെ വളരെ റീച്ച് വളരെ കൂടുതലാണ്, ശ്രീജിത്തിന്റെ ഒക്കെ സുഹൃത്തുക്കളാണ്. ആ കുറച്ചുകൂടെ ഒരു ആള് മാറിയിരുന്നെങ്കിൽ അവരെ ഒന്ന് നിർബന്ധിച്ച് തങ്ങൾ യഥാർത്ഥത്തിൽ പരിപാടി നടത്തിയെന്ന് വേണമെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ടാലി ഒപ്പിക്കാനും തൂക്കം ഒപ്പിക്കാനുമാണ്. മുമ്പ് സ്വർണത്തിന്റെ കേസിൽ തന്നെ കണ്ട പല കാര്യങ്ങളോടും അനുബന്ധിച്ച് അവസാനം കണക്കൊപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണെന്നും ഇനിയും ഇതിന്റെ വിഷമം ഇതെല്ലാം തങ്ങൾ എഫിഷ്യന്റായി ചെയ്തു എന്നും കൂടി ഇവർ വാദിക്കുന്നതിന്റെ കള്ളത്തരമാണ്. ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ശക്തമായ ഇത്തരം വിഷയങ്ങൾ കാണുകയും ഇതിൽ ഗ്ലെയറിംഗ് ആയ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്, ഗ്ലെയറിംഗ് ആയ തന്നെ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്. ഇതിന്റെ മോട്ടീവും ഇന്റൻഷനും ഒക്കെ പോട്ടെ, അതിനെല്ലാം രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണെന്നും രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളായിരുന്നു എന്നും ഒക്കെ പല ദിവസങ്ങളിലെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് പോട്ടെ. പക്ഷേ നടത്തിപ്പിൽ തന്നെ കെടുകാര്യസ്ഥത, അഴിമതി, ധൂർത്ത്, ധാരാളിത്തം, പരാജയം തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ആ സംശയമില്ലാത്ത നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന ഈ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത്, അതിനോടനുബന്ധപ്പെട്ട ക്യാപ്സ്യൂളുകൾ വരുന്നതെന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അത് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഒരു പുനർചിന്തനം നടത്തണം. സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. കാര്യം കൺമുമ്പിൽ ഇത്രയും വലിയ അഴിമതിയും കള്ളത്തരവും കണക്കൊപ്പിച്ച് രക്ഷപ്പെടലും നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. ഒഴിഞ്ഞ കസേരകളുടെ സാന്നിധ്യത്തിലാണ് അവിടുത്തെ 3 ടെക്നിക്കൽ സെഷന് നടന്നത്. ഏതാനും ആളുകൾ, അത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, സഹകരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഒക്കെയാണ് അവിടെ ഇരുന്നത്. അല്ലാത്ത ഒരു മനുഷ്യനുമില്ല ഈ വേദിയിലുള്ളവരല്ലാതെ. എന്നിട്ട് അതിനെക്കുറിച്ച് ഇന്നും ദേവസ്വം ബോർഡിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ശബരിമലയുടെ യശസ്സും മഹത്വവും ലോകമെമ്പാടും എത്തിക്കാനുള്ള ശ്രമത്തെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിവാരി തേക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇവരുടെ തൊലിക്കട്ടി എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നടന്നത് എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. എല്ലാ ചാനലുകളും തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. എന്നിട്ട് കണക്ക് പോലും ഇത്രയും മാസമായിട്ട് കൃത്യമായി കൊടുക്കാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശബരിമലയുടെ യശസ് ലോകമെങ്ങും എത്തിച്ചു. ശരിയാണ്, അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ശബരിമലയിലെ വലിയ സ്വർണ്ണക്കൊള്ള ലോകം മുഴുവൻ അറിഞ്ഞത്. അത് യശസ്സാണോ അതോ കുപ്രസിദ്ധിയാണോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ശ്രീജിത്ത് പണിക്കർ, വേറൊരു കാര്യം കൂടി. ഇന്നലെ പല മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത, ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടക്ക വാങ്ങാനൊക്കെ ഒരുപാട് പണം ചെലവഴിച്ചു എന്നാണ്. കണ്ടില്ലേ, വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഇന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ വാർത്താക്കുറിപ്പിലെ ആദ്യത്തെ ഐറ്റം തന്നെ അതാണ്. കാരണം മുഖ്യമന്ത്രിക്കിട്ട് പിടിച്ചപ്പോൾ അവർക്ക് നോവുമല്ലോ. ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ചാൽ ഞാൻ അടങ്ങും. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാനുള്ള തുക ചെലവഴിച്ചു എന്ന ഒരു പരാമർശവുമില്ല. അത് ശരിയാണ്, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയെന്നൊരു പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലോ ഇല്ല. പക്ഷേ ആ ഗസ്റ്റ് ഹൗസിലെ മുറി നവീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബെസ്റ്റ്. നോക്കൂ, എനിക്കതിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഗസ്റ്റ് ഹൗസ് നവീകരണം എന്നത് അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ നടത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിശദീകരണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാരും അതേപോലെ ഉന്നത നീതിപീഠത്തിലുള്ള ആൾക്കാർ, ജഡ്ജിമാരും ഒക്കെ അവിടെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ VVIPകളായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുന്നതാണ്. അവിടെ റുട്ടീനായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസും
അവിടെ പുതുക്കേണ്ടുന്ന കാര്യമുണ്ടെങ്കിൽ അതുമൊക്കെ തന്നെ അവിടെ ചെയ്യേണ്ടതാണ്. അതൊരിക്കലും അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ നടത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയുന്നത് വാങ്ങിയതൊന്നും മുഖ്യമന്ത്രിക്കല്ല എങ്കിൽ സത്യത്തിൽ ഇവര് ചെയ്യേണ്ടത് എന്താണ്? സമയത്ത് 3.8 ലക്ഷം രൂപയ്ക്കാണ് മൊത്തത്തിൽ അവിടെ ഫർണിച്ചർ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ ഇപ്പൊ ഗസ്റ്റ് ഹൗസിലേക്ക് എന്തൊക്കെ വാങ്ങി, അവിടെ കട്ടിലുണ്ടെങ്കിൽ, മെത്തയുണ്ടെങ്കിൽ, തലയണയുണ്ടെങ്കിൽ അതിനുള്ള ചെലവ് 1 ലക്ഷമോ 1,11,000 എത്രയാണ് തുക എന്നതുമായി ബന്ധപ്പെട്ട് ഐറ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അത് ശരിയാണല്ലോ. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നെങ്കിൽ ഇവരുടെ കള്ളി ഒരുപക്ഷെ വെളിച്ചത്താവുമായിരുന്നു. കാരണം ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് ആരാണ് ഉപയോഗിച്ചത് എന്നുള്ള ചോദ്യം ഉണ്ടാകും. ആണെങ്കിൽ അതിനെ എങ്ങനെ ചേർത്ത് വായിക്കണം? മുഖ്യമന്ത്രിക്ക് വേണ്ടി പുതിയ കട്ടിൽ വാങ്ങിയെന്നും പുതിയ മെത്ത വാങ്ങിയെന്നും പുതിയ തലയണ വാങ്ങിയെന്നും ഒക്കെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതല്ലാതെ അതിനെ പ്രത്യേകമായിട്ട് അങ്ങനെ എഴുതേണ്ടതെന്നില്ല. ഉപ്പിന് ഉപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലേബലിൽ ഒന്നും എഴുതി വെക്കാറില്ലല്ലോ. ഇരിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഐറ്റമൈസ്ഡ് ആയിട്ടുള്ള കണക്ക് പുറത്തുവിടാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ശ്രീ വിനു ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ശ്രീ PS പ്രശാന്ത് മാത്രമാണ് ഇതിന്റെ ആകെ ചെലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 കോടി രൂപയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ ശ്രീ VN വാസവൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് എത്ര തുക മൊത്തത്തിൽ ചെലവായി എന്നതിനെ കുറിച്ച് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിലും ഞങ്ങൾക്ക് ഇത്രയാണ് ഇതിന്റെ മൊത്തം ചെലവ് എന്നതിനെ പറ്റി ഒരക്ഷരം എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരിത് പറയാത്തത്? എന്തിനാണ് ഇവർ മറയ്ക്കുന്നത്? എന്നിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ കണ്ടോ? വ്യാജ പ്രചരണം, അവാസ്തവമായ കാര്യങ്ങൾ, സത്യവിരുദ്ധമായ കാര്യങ്ങൾ, അത് വേദനാജനകമാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ഇതെല്ലാവരും ദേവസ്വം ബോർഡ് പറയുകയാണ്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. മാധ്യമങ്ങൾ ഈ കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നതിനെ കുറിച്ച്, ഓരോ അക്കൗണ്ട് ഹെഡിലും എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച്, ഇവരുടെ പിടിപ്പുകേടിനെ കുറിച്ച്, ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിയുടെ പിടിപ്പുകേടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതെല്ലാം അവാസ്തവമായ കാര്യങ്ങൾ, സത്യവിരുദ്ധമായി വ്യാജ പ്രചരണത്തിലൂടെ വേദനാജനകമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ ശരിയാകും? നിങ്ങൾക്ക് ഇന്ന് ഈ വിശദീകരണം നൽകേണ്ടിയിരുന്നെങ്കിൽ ഇതിനെ വിശദീകരണം ഒന്നും പോലും പറയാൻ പറ്റില്ല. ഇതിനൊരു ബ്രഹ്മാണ്ഡ ക്യാപ്സൂൾ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. സത്യത്തിൽ ഇതൊരു വിശദീകരണം ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ ഉണ്ടായിരുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയാണ് കൃത്യമായിട്ട് പറയേണ്ടത്. 2 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് പറയാനായിട്ട് കഴിയുന്നില്ല? പകരമാ പറയുന്നത് 1.25 കോടി ചേട്ടാ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. ശരി, താമസത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ ബില്ലിലേക്ക് എത്രയാണ് ചെയ്തിരിക്കുന്നത്? മിണ്ടുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബില്ല് ചെയ്തിരിക്കുന്ന ഒരു 25,000 രൂപയെ കുറിച്ച് പറയുന്നു, എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത്? മിണ്ടുന്നില്ല. 4,100 രൂപയുടെ വീതം പ്രസാദ പാക്കറ്റുകൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല, പറയുന്നില്ല, എന്തുകൊണ്ട്? 180 ബെഡിനകത്തിൽ 50 എണ്ണം കണ്ടില്ല എന്ന് പറയുന്നോ, അതിനെക്കുറിച്ച് പറയുന്നില്ല, എന്തുകൊണ്ട്? ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ നന്ദഗോവിന്ദത്തിന്റെ കാര്യത്തിൽ പോലും ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് ഓണപ്പ് ചെയ്യുന്നില്ല. പകരം എന്താ? അശ്രദ്ധ കൊണ്ട് പറ്റിയതാണെന്ന്. എന്താ അണ്ണാക്കിലൊരു പ്രാണി ഇരിക്കുന്ന തെറ്റുകൾക്ക്, ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഈവന്റ് മാനേജ്മെന്റ് ഏജൻസിയുടെ ഇൻകംപീറ്റൻസിന്, ഈ കാര്യത്തിനുള്ള അക്കൗണ്ടബിലിറ്റി പോലും ഇല്ലാതെ ഞങ്ങളെ ഇവിടെയെല്ലാം വ്യാജ പ്രചരണം വഴി ഇവിടെ കരിവാരിത്തേക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിനു നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ പേരിൽ നുണ പറയുന്നു. അന്നദാന പ്രഭുവാണ്, അതുകൊണ്ട് അദ്ദേഹം അന്നദാന പ്രിയനാണ്, അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഞങ്ങൾ അത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടത്തുന്നതല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ബജറ്റ് ചെയ്യണമല്ലോ. ഇവരുടെ ആക്ച്വൽസ് അനുസരിച്ചാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 4,000 പേര് കഴിച്ചു, ടീ ആൻഡ് സ്നാക്സ് 5,000 പേര് കഴിച്ചു, ലഞ്ച് 5,000 പേര് കഴിച്ചു, ഈവനിങ് സ്നാക്സ് 5,000 പേര് കഴിച്ചു, ഡിന്നർ 3,000 പേര് കഴിച്ചു. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഇതെല്ലാം അയ്യപ്പന്റെ പേരിലാണ്. ഇനി അങ്ങനെ അത്രയും പേര് അവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ആ ക്യാപ്സ്യൂൾ ഇന്ന് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അന്നദാന പ്രഭുവായ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് അവിടെ ശബരിമലയിൽ നിന്ന് നട തുറന്നിട്ടുണ്ടല്ലോ, അവിടേക്ക് എത്തിയ ഭക്തർ, അവിടെ ഡോളി എടുത്തുകൊണ്ട് പോകുന്ന തൊഴിലാളികൾ, അവിടെയുള്ള മറ്റു തൊഴിലാളികൾ, അവിടെ വന്നവരൊക്കെ അവരെയൊക്കെ അയ്യപ്പന്റെ പേരിൽ ഞങ്ങൾ ഊട്ടി. ഞാനെന്ത് എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. ഈ ചെയ്തത് തന്നെ ധാരാളച്ചോ. താങ്ക്സ്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഊരാളുകളുടെ കാല് പിടിച്ച് കുറേ തുക കുറയ്ക്കുമായിരിക്കും. അത് വേറെ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് കിട്ടും എന്നൊരു ഉറപ്പ് കൊടുക്കുമായിരിക്കും. അങ്ങനെ ഈ കണക്കിലെ കള്ളക്കളി പുതിയ തലത്തിലേക്ക് കടക്കും. അത് കഴിയുമ്പോൾ പിന്നെയും കണ്ടില്ലേ, മാധ്യമങ്ങൾ വ്യാജ കഥകൾ പ്രചരിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതായത് ഇത് ആദ്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പത്തനംതിട്ട ലേഖകൻ കൃഷ്ണമോഹനാണ്. അന്ന് മുതൽ ഏഷ്യാനെറ്റിൻ്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഇപ്പോഴും വാസവന് അത് വിട്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത്ര പ്രശ്നക്കാരനാണോ?
പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചാ ഒരു ഗൂഢാലോചനയാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ. അതാണ് തിരിച്ചു വന്ന് യഥാർത്ഥത്തിൽ അവർക്കിട്ട് തന്നെ കൊണ്ട് ഇതെല്ലാം വെളിയിൽ വരണം. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടാണ് ഈ കൊള്ളത്തരങ്ങൾ മുഴുവൻ വെളിയിൽ വരാൻ ഇടവന്നത്. ഇനി ബാക്കിയുള്ള അന്വേഷണം നടത്തി എല്ലാം കൂടെ പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ആകത്തുക എടുത്താൽ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും. ഒറ്റി അകത്താക്കാൻ ശ്രമിച്ചവർ LDF-ഉം എന്റെ ജയ്സാ ഹോ അതെ ഇതേ പറയാനുള്ളൂ.